ഈ മുടികൾ സ്വഹാബാക്കളൊക്കെ അത് കിട്ടാൻ വേണ്ടി തിക്കും തിരക്കും കൂടി സംഘട്ടനം നടന്നു. സ്വഹാബാക്കൾക്കൊക്കെ അത് കിട്ടി. അത് കിട്ടിയത് സുന്ദരമായി സനത് വെച്ച് അതിന്റെ അവലംബം വെച്ചുകൊണ്ടാണ് ഈ മുടികൾ സൂക്ഷിച്ചു വരുന്ന എല്ലാ വിശ്വസ്ത കേന്ദ്രങ്ങളിലും സൂക്ഷിച്ചു വരുന്നത്. ഹസരത്ത് ബാൽ മസ്ജിദ് കേട്ടിട്ടില്ലേ നിങ്ങൾ? നെഹ്റുവിന്റെ കാലത്തൊക്കെ കുഴപ്പമുണ്ടാകുന്ന ബാൽ മുടീന റസൂലുള്ളാന്റെ കേസെന്ന വാക്കിന്റെ അർത്ഥം. ഹസരത്ത് ബാൽ മസ്ജിദ് അള്ളാന്റെ റസൂലിന്റെ മുടി സൂക്ഷിച്ച സ്ഥലമാണ്. വെല്ലൂരിലെ ലത്തീഫിയ മദ്രസ അഷ്റഫുൽ ഖൽഖിന്റെ തിരുമുടി സൂക്ഷിച്ച സ്ഥലമാണ്. ഡൽഹിയിലെ പ്രസിദ്ധമായ ജുമാ മസ്ജിദ്, ഡൽഹി ജുമാ മസ്ജിദ് റസൂലുള്ളാന്റെ മുടി സൂക്ഷിച്ച സ്ഥലമാണ്. ആദരവായ നബി തങ്ങളുടെ മുടി സൂക്ഷിച്ച സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അതിന്റെ വ്യക്തമായ അവലംബങ്ങളോടുകൂടെ അതാരിൽ നിന്ന് കിട്ടി, എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടിയെന്ന് പരമ്പര മുറിയാതെ സനത് വെച്ചിട്ടാ സൂക്ഷിക്കുക. അല്ലാത്തത് വിശ്വാസികൾ കണക്കിലെടുക്കൂല, വിവരമുള്ളവർ കണക്കിലെടുക്കൂല. അള്ളാന്റെ റസൂലിന്റെ തിരുശേഷിപ്പുകൾ എന്ത് ശേഷിപ്പുകളുണ്ടെങ്കിലും ആ തിരുശേഷിപ്പുകൾ എവിടെ നിന്ന് കിട്ടി, ആരിലൂടെ കിട്ടി, എങ്ങനെ കൈവന്നു, ഇവിടെ എവിടെ വരെ എത്തി നിന്നു എന്ന് ശരിക്കും സനതുണ്ടാവും. ആ സനതു സഹിതം സൂക്ഷിച്ചിട്ടുള്ള തിരുമുടിയുടെ മഹത്വമോർക്കാതെ അമ്മുടിയുടെ പതലുകൊണ്ടാണ് ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു പടക്കളത്തിൽ ജയിച്ചതെന്ന് കേട്ടപ്പോ ആ ജയിച്ച ഖാലിദ് ബിനുൽ വലീദിനെതിരെ ചോദിക്കുന്നത് അള്ളാന്റെ റസൂലിന്റെ മേത്തേക്ക്, റസൂലുള്ളാന്റെ മേത്തേക്കായ എളുപ്പം. ഇതാണ് വഹാബിസത്തിന്റെ തുടക്കം. കേരളത്തിലെ വഹാബി